നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സുതനീശോയെ പഠിപ്പിച്ച പോലെ എന്നെയും പഠിപ്പിക്കണേ. നിൻ സുതനീശോയെ പഠിപ്പിച്ച പോലെ എന്നെയും പഠിപ്പിക്കണേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ നീ വളർത്തി. വിനയത്തിലും വിശുദ്ധിയിലും ഈശോയെ നീ വളർത്തി. ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ നീ വളർത്തി. വിനയത്തിലും വിശുദ്ധിയിലും ഈശോയെ നീ വളർത്തി. അമ്മേ അമ്മേ നിൻ സുതനീശോയെ പോലെ എന്നെയും വിശുദ്ധിയിൽ വളർത്തേണമേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സുതനീശോയെ പഠിപ്പിച്ച പോലെ എന്നെയും പഠിപ്പിക്കണേ. നിൻ സുതനീശോയെ പഠിപ്പിച്ച പോലെ എന്നെയും പഠിപ്പിക്കണേ. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. സർവജ്ഞാനവും ദൈവത്തിൽ നിന്ന് വരുന്നു. സർവജ്ഞാനവും ദൈവത്തിൽ നിന്ന് വരുന്നു. നമുക്കറിയാം, ദൈവപുത്രനായ യേശു തൻ്റെ ബാല്യം നാം എന്താ വായിച്ചറിയുക? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം അത് നിറവായിരിക്കുന്ന ഇടം പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം, ഇതെല്ലാം നിറവായിരിക്കുന്ന കൃപയുടെ കൂടാരം പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം. അങ്ങനെയെങ്കിൽ മറിയത്തെ വിശേഷിപ്പിക്കുന്നു ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ. ബോധവും ജ്ഞാനവുമായ ഈശോ ഇരുന്ന മടിത്തട്ട്, സിംഹാസനം, അത് പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ട് അമ്മയെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എന്ന് വിളിക്കുന്നു. എല്ലാ മക്കളും അഭയം പ്രാപിക്കേണ്ട ഇടം. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അരികിലെത്തുമ്പോൾ ആ അമ്മ പരിശുദ്ധാത്മാവിൽ നിന്നും യഥാർത്ഥ ജ്ഞാനം വാങ്ങിത്തരുന്നു നമുക്ക്. പ്രിയമുള്ളവരെ, കാർമൽ ഗീതങ്ങൾ ഉണരുമ്പോൾ, നമുക്കായി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ബോധജ്ഞാനത്തിന് സിംഹാസനമായ അമ്മയോട് ചേർന്ന് പാടി പ്രകീർത്തിക്കാം അമ്മയുടെ മഹത്വ കീർത്തനങ്ങൾ.
വിശുദ്ധ ജെറോം പറയുന്നു, മറിയത്തെ അറിയുക, പരിശുദ്ധ മറിയത്തെ അറിയുക. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടും അത് തന്നെ പറയുന്നു. പരിശുദ്ധ മറിയം വേണ്ടത്ര രീതിയിൽ അറിയപ്പെടാതിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധ ത്രിത്വവും വേണ്ടതുപോലെ അറിയപ്പെടുന്നില്ല. പുത്രനെ തിരിച്ചറിയുവാൻ അമ്മ അറിയപ്പെടണം. പരിശുദ്ധ അമ്മ വഴിയാണ് യേശുവെന്ന ജ്ഞാനത്തിൻ്റെ ഉൾപ്പൊരുളുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. അതിന് ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മയുടെ സ്നേഹമാധ്യസ്ഥ്യം നമുക്ക് അനുഭവമാകണം. മനോഹരമായ പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ഞങ്ങളെല്ലാം ശ്രവിക്കുകയായിരുന്നു. ആ ഗാനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമായി. മറിയത്തെ അറിയുവാൻ കൃപയേറെ വേണം, അവളെ മാനിക്കുവാൻ അറിവേറെ വേണം, അവളുടെ നന്മയും മഹിമയും അറിയുവാൻ ഹൃദയവിശുദ്ധി വേണം, ദൈവത്തിന് അമ്മയാം മറിയത്തെ സ്നേഹിക്കാൻ ദൈവീക ജ്ഞാനം വേണം. എന്ത് മനോഹരമായ വിചിന്തനങ്ങളാണ് അതിലുള്ളത്, ആശയങ്ങളാണ് അതിലുള്ളത്. നമ്മളുടെ പഠനമേഖല, മാതാപിതാക്കൾ എവിടെ നിന്ന് വരുന്നത് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടെസ ചാവറ. ഞാൻ എറണാകുളത്ത് വാഴക്കാല ഇടവക സെയിൻറ്റ് ജോസഫ്സ് ചർച്ചിൽ നിന്ന് വരുന്നു. എതിരെ പഠിക്കുന്നത്? ഞാൻ 12th പഠിക്കുന്നത്. മാതാവിനോട് വലിയ ഇഷ്ടമാണോ? അതെ. ജപമാലയൊക്കെ ചൊല്ലാറുണ്ടോ? എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. നമ്മളുടെ കൂട്ടുകാരികളോടൊക്കെ ഈ ജപമാലയൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു കൂട്ടൊക്കെയാണോ ഉള്ളത്? സൗഹൃദങ്ങളൊക്കെയാണോ സ്കൂളിലുള്ളത്? നല്ല സൗഹൃദമാണുള്ളത്. ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ സന്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും മാതാവിനെ പറ്റിയുള്ള സ്നേഹം അവർക്ക് മറ്റുള്ളവർക്ക് നൽകുന്നതും എൻ്റെ പാട്ടിലൂടെ തന്നെയാണ്. എനിക്ക് കാരണം സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് അങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. സോ ഞാൻ പാട്ടിലൂടെയാണ് പാടുന്നത്, എൻ്റെ സന്ദേശം, എൻ്റെ തോട്ട്സ് ഞാൻ കൺവേ ചെയ്യുന്നത്. തീർച്ചയായും മോളെ, അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾക്ക് പാടാൻ കഴിവ് തരുമ്പോൾ അത് ആ ഗാനത്തിലൂടെ സന്ദേശം കൊടുക്കുക. അഗസ്റ്റിൻ പറയുന്നുണ്ടല്ലോ, ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്കും കൃപ കിട്ടും, കേൾക്കുന്നവർക്കെല്ലാം അനുഭവമായി മാറും. മാതാവിൻ്റെ ജീവിതത്തിൽ മാതാവിനെ ചേർത്ത് പിടിച്ച അനുഭവങ്ങൾ എന്തെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടോ? ഒന്ന് പറയുക. ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയം തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ സൺഡേ സ്കൂളിന് ഒരുപാട് പ്രൊമോഷൻ നൽകാറുണ്ട്. എന്താ പണ്ട് മുതലേ ഈ സ്കൂളിലെ പഠിത്തത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൺഡേ സ്കൂളിൻ്റെ പഠിത്തത്തിനെയാണ് കരുതുന്നത്. സ്കൂളിലെ പഠനത്തെക്കാളും കൂടുതൽ സൺഡേ സ്കൂളിൻ്റെ പഠിത്തത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാരൻസ്. പ്രിയമുള്ളവരെ, ഒരു വലിയ സന്ദേശം നമുക്ക് ലഭ്യമാവുകയാണ്. ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല ഇതുപോലെ ഒരു സന്ദേശം. എന്താണ്? സ്കൂളിലെ പഠനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം സൺഡേ സ്കൂളിന് കൊടുക്കുന്ന പേരൻസ്. അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് ദൈവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ദൈവിക കാര്യങ്ങൾ പഠിക്കുവാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ, സ്കൂളിലെ കാര്യം ഈസിയായി പഠിച്ചു പോകാനുള്ള ദൈവിക ജ്ഞാനം പരിശുദ്ധാത്മാവ് കൊടുക്കും എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാറുണ്ടോ? ഇങ്ങനെയൊക്കെ അയ്യോ സ്കൂളിലല്ലേ ഒത്തിരി പഠിക്കേണ്ടത്, അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ സൺഡേ സ്കൂളിലൊക്കെ പ്രാധാന്യം കൊടുക്കണോ എന്ന ചിന്ത ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചിന്ത ഉണ്ടായിട്ടുണ്ട്. ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പലരും സൺഡേ സ്കൂളിൻ്റെ എക്സാമിന് വേണ്ടി മിസ് ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ സൺഡേ സ്കൂളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാവരും സ്കൂളിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു, ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ സ്കൂളിലെ പഠനത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദൈവത്തിൻ്റെ കാര്യം തന്നെയാണ്. ദൈവിക കാര്യങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തന്നോളും. മാതാവിനെ കൂട്ടുപിടിച്ചാൽ മതി, മാതാവ് മുമ്പോട്ട് നമ്മളെ കൊണ്ടുപോയിക്കോളും. അപ്പം എൻ്റെ പപ്പ എപ്പോഴും പറയും, സ്കൂളിലെ പരീക്ഷ തോറ്റാലും കുഴപ്പമില്ല, സൺഡേ സ്കൂളിൽ ഫസ്റ്റ് ആയിരിക്കണം, സൺഡേ സ്കൂളിൽ മാർക്ക് വാങ്ങിക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും തിരിച്ചറിയുക, നമുക്കൊക്കെ തിരിച്ചറിയുക ആണിത്. കാരണം ഒരു വല്ലാത്ത വേഗതയുടെ കാലഘട്ടം,
ലോകവിജ്ഞാനങ്ങൾക്ക് വേണ്ടി ഞായറാഴ്ചയും കുർബാനയും കുമ്പസാരവും ഒന്നും വേണ്ട, അതിനപ്പുറത്തുള്ള ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി നീങ്ങുമ്പോൾ വിദ്യാഭ്യാസം തെറ്റാണെന്നല്ല, മറിച്ച് ഒരു പപ്പയും അമ്മയും പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞിനോട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കുഞ്ഞ് വളരുന്ന വേദിയിൽ പറഞ്ഞു കൊടുക്കുക, മോളെ, ദൈവികതയ്ക്കാണ് പ്രാധാന്യം, ദൈവമാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട് എങ്കിൽ മറ്റിടങ്ങളിൽ നീ പഠിച്ചു വിജയിച്ചുകൊള്ളും. സഹോദരങ്ങളെ, എന്തെല്ലാം നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്താണ് ഫലം? നമുക്ക് തിരിച്ചു വരാം. ഈ കുഞ്ഞുമോളിലൂടെ ദൈവം തരുന്ന അടുത്ത ഗാനത്തിൻ്റെ ഈരടികൾ. പരിശുദ്ധ അമ്മയോട് ചേർന്നാൽ ആ അമ്മ നിന്നെ യേശുവിലേക്ക് നയിക്കുമെന്ന് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റനേകം മാതാപിതാക്കൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾക്ക് അത് അനുഭവമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
ഇതാണ് പരിശുദ്ധ മറിയം. എൻ്റെ മകനെ, ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ വഹിച്ച് ഒരു പാപിയെപ്പോൽ നീ കുരിശിൽ മരിക്കുന്നു, കുരിശിൽ പിടയുന്നു, മാനവർക്ക് രക്ഷ പ്രദാനം ചെയ്യുവാൻ. അതെ, ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തി, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തി ആ കുഞ്ഞിനെ ബലി കഴിക്കുവാൻ മനസ്സാകുന്ന ഒരമ്മ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുമ്പോൾ ഒന്നും മിണ്ടാതെ, പരാതി പറയാതെ, പരിഭവം പറയാതെ ദൈവഹിതത്തിന് സമ്പൂർണമായി സ്നേഹാർപ്പണം നടത്തുന്നവൾ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം സർവ്വജനതകൾക്കും അഭയകേന്ദ്രം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നമുക്ക്. സർവമക്കളും ജ്ഞാനത്തിൽ വളരുവാൻ, ദൈവഹിതം നിറവേറ്റുവാൻ തക്കവിധം സർവമക്കളെയും കർത്താവിൻ്റെ പാതയിൽ ചരിക്കുവാൻ പ്രേരിപ്പിക്കത്തക്ക വിധം അവരെ വളർത്തുവാൻ എല്ലാ മാതാപിതാക്കൾക്കും ദൈവഹിതത്തിൽ മാതാപിതാക്കളെ അനുസരിച്ച് വളരുവാൻ എല്ലാ മക്കൾക്കും ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ ഈ അമ്മ സ്നേഹം പകർന്ന്, വാത്സല്യം പകർന്ന്, സാന്ത്വനം പകർന്ന് തഴുകി തലോടി വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഈശോയെ പോലെ അമ്മ ഞങ്ങളെയും വളർത്തുക. ദൈവപിതാവിൻ്റെ തിരഹിതത്തിന് ഞങ്ങളെല്ലാം ചുവടുകൾ വെച്ച് യേശുവാകുന്ന പാതയിലൂടെ മുന്നേറട്ടെ. യേശുവാകുന്ന വഴിയിലൂടെ ഞങ്ങളെല്ലാം മുന്നേറട്ടെ. അമ്മേ, അമ്മ തുണയാകണേ, തുണയേകണേ, കരം പിടിക്കണമേ. വിശുദ്ധിയിലും ജ്ഞാനത്തിലും അമ്മ ഞങ്ങളെ വളർത്തണമേ. എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ച് അമ്മ യേശുവിലേക്ക് ചേർക്കണമേ. ആമേൻ.